നമുക്ക് അന്നം നൽകുന്ന തൊഴിൽ ഏതാണെങ്കിലും അതിൽ അഭിമാനിക്കാൻ നമുക്ക് കഴിയണം. നമുക്ക് ഇവിടെ ഒരു വല്ലാത്തൊരു മലയാളികൾക്കിടയിൽ ഒരു ദുരഭിമാനം കയറി കൂടിയിട്ട് കാലങ്ങൾ കുറേ ആയിട്ടുണ്ട്. നമ്മൾ ജോലി ഇപ്പോൾ പലതും ചെയ്യാറില്ല. പല ജോലികൾക്ക് നമുക്ക് താല്പര്യമില്ല. കെട്ടിടപ്പണി ചെയ്യാൻ നമുക്ക് വലിയ മോശമാണത്. അത് കണക്ക് തന്നെ നമുക്ക് ഇവിടെ കൃഷിപ്പണികൾ ചെയ്യുക വളരെ മോശമാണ്. പെയിന്റ് അടിക്കാൻ പോവുക മോശമാണ്. മീൻ കച്ചവടം മോശമാണ്. ഇതൊക്കെ ഇനി പുറത്തുനിന്ന് ആളിറക്കുക. ഇതിനെല്ലാം പുറത്തുനിന്ന് ആളിറക്കിയിട്ട് എന്ത് ദുരഭിമാനമാണ്. നമ്മളിങ്ങനെ കുറച്ച് പഠിച്ചു കഴിഞ്ഞ് ഒരു കസേര ഇരുന്ന് കറങ്ങി ജോലി ചെയ്യുന്ന ഏതെങ്കിലും ബ്രിട്ടനുകാരെയൊക്കെ ഓടിച്ചു വിട്ടിട്ട് കഷ്ടപ്പെട്ടില്ല ബ്രിട്ടനെയൊക്കെ ഇവിടെ ഒഴിവാക്കി വിട്ടത്. ഇപ്പോഴും അമേരിക്ക അടക്കം ബ്രിട്ടൻ അടക്കമുള്ള വൻകിട കോർപ്പറേറ്റ് കമ്പനികൾക്ക് വേണ്ടിയിട്ട് ഇവിടെ അടിപ്പം പണി എടുക്കാൻ വേണ്ടിയിട്ട് എന്തൊരു മത്സരബുദ്ധിയാണ് നമുക്ക് അതിൽ വലിയ അഭിമാനം നമ്മൾ കണ്ടെത്തുന്നുണ്ട്. ആയിക്കോട്ടെ, നിങ്ങൾ നിങ്ങൾക്ക് ഉചിതമായ ജോലി കണ്ടെത്തിക്കുള്ളൂ. പക്ഷെ അപ്പോഴും നമുക്കിടയിൽ ഈ തരംതിരിവുണ്ടല്ലോ. ആരെങ്കിലുമൊക്കെ അത് ആശ്രയിക്കണമല്ലോ. സമൂഹത്തിൽ എല്ലാവരെയും ഒരേ ലെവലിൽ പണക്കാരാക്കാത്ത എന്താണ്? സാമൂഹ്യ സന്തുലിതത്വം നിലനിൽക്കാൻ വേണ്ടിയാണ്. ഇവിടെ കിണറിൽ ഇറങ്ങി വൃത്തിയാക്കാനും കിണർ കുഴിക്കാനും തെങ്ങിക്കയറാനും ഇവിടെ ചാല് വൃത്തിയാക്കാനും നമുക്ക് ആവശ്യമുണ്ട്. മനുഷ്യന് ആവശ്യമാണ്. അത് എന്തിനു വേണ്ടി? അങ്ങനെ നിൽക്കണമെങ്കിൽ കുറെ പാവങ്ങൾ ഇവിടെ വേണം. പാവപ്പെട്ട ആൾക്കാർ ഇവിടെ വേണം. പൈസക്കാരും വേണം. അങ്ങനെ ഓരോ മനുഷ്യനും അവന്റെ കുടുംബത്തിന്റെ നിത്യവൃത്തിക്ക് വേണ്ടി ആശ്രയിക്കുന്ന പണി ഏതാണെങ്കിലും അത് ഹലാലാണെങ്കിൽ, അത് നിഷിദ്ധമല്ലാത്തതാണെങ്കിൽ തീർച്ചയായിട്ടും അത് അർഹിക്കുന്ന അംഗീകാരം, അതിനെ ബഹുമാനിക്കേണ്ടത് നമ്മുടെ ബാധ്യത തന്നെയാണ്. നമ്മൾ സ്വന്തം തൊഴിൽ നമുക്കൊന്ന് അഭിമാനം ഉണ്ടാകണം. രണ്ടാമത്, ഏത് തൊഴിലാണെങ്കിലും അന്യനെ ദ്രോഹിക്കാതെ സമ്പാദിക്കുന്ന സമ്പാദ്യ മേഖലകളെല്ലാം നമ്മൾ റെസ്പെക്ട് ചെയ്യാൻ ബാധ്യസ്ഥരാണ്. സ്വന്തം പിതാവിന്റെ ജോലി പറയാൻ മക്കൾ മടിക്കുന്ന ഒരു കാലഘട്ടം. സ്വന്തം പിതാവിന്റെ ജോലി പറയാൻ മക്കൾ മടിക്കുന്ന ഒരു കാലഘട്ടം. 1500 രൂപയ്ക്ക് വേണ്ടിയാണ് ഈ നമ്മളെല്ലാം കൂടി വലിച്ചെറിയുന്ന ഈ ചവറുകൂനക്കകത്തെ ഈ അഴുക്ക് ജാലില് ജോയ് ഇറങ്ങി നിന്നത്. ഒരു മനുഷ്യൻ അഴുക്ക് ജാലിൽപ്പെട്ട് മുങ്ങി മരിക്കുമ്പോൾ ശ്വാസം കിട്ടാതെ പ്ലാസ്റ്റിക് കവറുകൾക്കിടയിൽ നമ്മുടെ പല കെട്ടിടങ്ങളുടെ അകത്തു നിന്നുള്ള വേസ്റ്റ് ബാത്റൂമിലെ കക്കൂസ് മാലിന്യങ്ങൾ പോലും പുറന്തള്ളിയിട്ടുള്ള ഈ തോട്ടിനകത്തൊരു മനുഷ്യൻ മരിച്ചു പോകുമ്പോൾ 1500 രൂപയ്ക്ക് വേണ്ടിയാ 1500 രൂപയ്ക്ക് വേണ്ടി. ആ പണിക്ക് ഒരു അന്തസ്സുണ്ടോ? ആരെയും മുമ്പിൽ കൈനീട്ടില്ലല്ലോ. ആരെയും മുമ്പിൽ കൈനീട്ടാൻ വന്നില്ലല്ലോ. ആരോഗ്യമുള്ള മനുഷ്യരാണ്. ഒരുപാട് ആരോഗ്യമുള്ള തണ്ടും തടിയുമുള്ളവൻ ഇങ്ങനെ വന്ന് കൈനീട്ടും. ഇസ്ലാം അനുവദിക്കുന്നില്ല. ആരോഗ്യമുള്ള മനുഷ്യൻ അവനിങ്ങനെ കൈനീട്ടി ജീവിക്കുകയാണെങ്കിൽ അവന്റെ മുഖത്ത് മാംസം ഉണ്ടാവില്ല എന്ന് പരലോകത്ത് വരുമ്പോ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മനുഷ്യൻ അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസയില്ലേ, അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസ ഒരു ചുളുവിന് പോയി കൈനീട്ടിങ് വാക്കിയ 1 രൂപയാവട്ടെ അധ്വാനിച്ച് ഞാൻ ഉണ്ടാക്കുന്ന പൈസ ഒരു അധ്വാനവും ഇല്ലാതെ ഇങ്ങനെ കൈനീട്ടി വാങ്ങിച്ചുകൊണ്ട് പോയാൽ അത് എങ്ങനെയാ മനുഷ്യ അർഹതയില്ലെങ്കിൽ ദഹിക്കുക? യാചനയെ 1% പോലും പ്രോത്സാഹിപ്പിക്കുന്നില്ല വിശുദ്ധ ഇസ്ലാം. പുണ്യ നബിയുടെ മുമ്പിൽ വന്ന് കൈനീട്ടിയവനോട് പറഞ്ഞത്, എന്തുണ്ടോ തനിക്ക്? എനിക്ക് ആകെ ഒരു പുതപ്പും അത് കണക്കിന് ഒരു പാത്രം കൊണ്ട് നബി, അതല്ലാതെ ഒന്നുമില്ല. എന്നാൽ രണ്ടും കൊണ്ടുവരാൻ ആ രണ്ടും ലേലം വിളിച്ചൊരു തുകയ്ക്ക് വിറ്റ് കിട്ടിയ പൈസ കൊണ്ടൊരു കൈക്കോട്ട് മാച്ചു കൊടുത്തിട്ട് മരം വെട്ടി ജീവിക്കാൻ അതിന് അന്തസ്സുണ്ട് എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. വല്ലവന്റെ ഈ മുമ്പിൽ കൈ നീട്ടുന്നതിനേക്കാളും വിറക് കെട്ടി തലയിൽ ചുമക്കുന്നതുകൊണ്ട് അങ്ങാടിയിലൂടെ നടന്ന് നീ കമ്പോളത്തിൽ വിറ്റ് പൈസ ഉണ്ടാക്കുക മനുഷ്യ. ജീവിക്കാനുള്ള ഒരുപാട് ഉപാധികൾ ഈ മണ്ണിൽ അള്ളാഹു നിക്ഷേപിച്ചിട്ടുണ്ട്. ആ നിക്ഷേപങ്ങളിലൂടെ ഉപജീവനം കണ്ടെത്തേണ്ടത് നിന്റെ ബാധ്യതയാണ്.